പ്രവാസ ലോകത്തു നിന്നുള്ള വാർത്തകൾ. വിസ അപേക്ഷകൾക്കായി ജർമ്മനിയിൽ ഡിജിറ്റൽ കോൺസുലാർ സേവന പോർട്ടൽ ആരംഭിച്ചു. വിസ പ്രക്രിയ വേഗത്തിലും എളുപ്പത്തിലുമാക്കുന്നതിനാണ് ഓൺലൈൻ സേവനം സഹായകമാകും. വിസ അപേക്ഷകൾ ഡിജിറ്റലായി സമർപ്പിക്കാൻ അപേക്ഷകരെ അനുവദിക്കുന്ന ആഗോള ഓൺലൈൻ പ്ലാറ്റ്ഫോമായ കോൺസുലാർ സർവീസസ് പോർട്ടൽ ജർമ്മനി ആരംഭിച്ചു. പരമ്പരാഗത പേപ്പർ വർക്കിൽ നിന്ന് കാര്യക്ഷമമായ ഡിജിറ്റൽ പ്രക്രിയയിലേക്കുള്ള ഒരു സുപ്രധാന മാറ്റത്തെ ഈ സംവിധാനം അടയാളപ്പെടുത്തുന്നു. തൊഴിൽ, വിദ്യാഭ്യാസം, പരിശീലനം, കുടുംബ പുനരേകീകരണം എന്നിവയുൾപ്പെടെ 28 വിഭാഗത്തിലുള്ള ദേശീയ വിസകളെ പുതിയ സംവിധാനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓരോ വർഷവും ജർമ്മനിയിൽ കുറഞ്ഞത് 4 ലക്ഷം വൈദഗ്ധ്യമുള്ള തൊഴിലാളികളുടെ കുറവുണ്ട്. ഇത് പരിഹരിക്കുന്നതിന് അത്യാധുനികമായ ഒരു ദേശീയ വിസ പ്രക്രിയ ആവശ്യമാണ് ണെന്ന് വിദേശകാര്യമന്ത്രി അന്നലീന ബെയർബോക്ക് പറഞ്ഞു. അപ്പോയിന്റ്മെന്റുകൾക്കായുള്ള കാത്തിരിപ്പ് സമയം കുറയ്ക്കുന്നത് ബിസിനസ്സുകൾക്ക് പ്രയോജനം ചെയ്യുമെന്നും അവർ പറഞ്ഞു. ആരോഗ്യ സംരക്ഷണം, സാങ്കേതികവിദ്യ, വൈദഗ്ധ്യമുള്ള വ്യാപാരം തുടങ്ങിയ മേഖലകളിലാണ് വൈദഗ്ധ്യമുള്ള പ്രൊഫഷണലുകളുടെ ആവശ്യം നേരിടുന്നത്. നീണ്ട കാലതാമസങ്ങളും ബുദ്ധിമുട്ടുള്ള പേപ്പർ ആപ്ലിക്കേഷനുകളും ഒഴിവാക്കിക്കൊണ്ട് ആഗോള പ്രതിഭകളെ ആകർഷിക്കുക എന്നതാണ് ഈ ഡിജിറ്റൽ പരിവർത്തനം ലക്ഷ്യമിടുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. അലിബാബയുടെ ഹൈപ്പർ മാർക്കറ്റ് ശൃംഖല ചൈനീസ് സ്ഥാപനമായ DCP ക്യാപിറ്റലിന് വിറ്റു. ഓൺലൈൻ മേഖലയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനാണ് ഹൈപ്പർ മാർക്കറ്റുകൾ വിൽക്കുന്നത്. ചൈനീസ് റീറ്റെയിൽ ഗ്രൂപ്പായ അലിബാബ ഇ-കൊമേഴ്സ് മേഖലയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. സർനാട്ട് ഹൈപ്പർ മാർക്കറ്റ് ശൃംഖല $1.7 ബില്യൺ DCP ക്യാപിറ്റലിന് വിറ്റത്. ഇതുവഴി €1.5 ബില്യൺ നഷ്ടമാണ് ആലിബാബയ്ക്കുണ്ടായത്. കഴിഞ്ഞ മാസം ഗ്രൂപ്പ് അതിന്റെ ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർ ശൃംഖലയായ ഇൻടൈം വിറ്റിരുന്നു. ഇത് €1.2 ബില്യൺ കൂടുതൽ നഷ്ടം വരുത്തി. ആലിബാബയുടെ 466 ഹൈപ്പർ മാർക്കറ്റുകളും ചില ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറുകളുമാണ് DCP ക്യാപിറ്റലിന് വിറ്റത്. ഇടപാട് മുഖേന ആലിബാബയ്ക്ക് കനത്ത നഷ്ടമാണുണ്ടാകുന്നത്. 5 വർഷം മുൻപ് ഹൈപ്പർ മാർക്കറ്റുകൾക്കായി €3 ബില്യൺ നൽകിയിരുന്നു. എന്നാൽ ഇപ്പോൾ ആ തുകയുടെ പകുതി മാത്രമേ വീണ്ടെടുക്കുന്നുള്ളൂ. ഇത് സമീപ വർഷങ്ങളിലെ ചൈനയുടെ സാമ്പത്തിക മാന്ദ്യത്തിന്റെ വ്യക്തമായ സൂചന മാത്രമല്ല, പുതിയ മൂലധനത്തിനായി ആലിബാബ ഇ-കൊമേഴ്സ് ബിസിനസ്സിൽ വീണ്ടും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന്റെ സൂചന കൂടിയാണ്. ഡിസംബറിൽ ഇൻടൈം ശൃംഖലയുടെ 350 ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറുകൾ ആലിബാബ വിറ്റിരുന്നു. രണ്ടിടപാടുകളും ചേർന്ന് ആലിബാബയ്ക്ക് €2.7 ബില്യൺ നഷ്ടമാണുണ്ടായത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്ത്യയിലേക്ക് ക്രൂഡ് ഓയിൽ വിതരണം ചെയ്യുന്ന മുൻനിര രാജ്യങ്ങളുടെ പട്ടികയിൽ നിന്ന് US പുറത്തായി. അങ്കോള ഇന്ത്യയിലേക്കുള്ള ക്രൂഡ് വിതരണം ചെയ്യുന്ന രാജ്യങ്ങളിൽ 5ാമതെത്തി. 31% വിപണി വിഹിതവുമായി റഷ്യയാണ് മുന്നിൽ. ഡിസംബറിൽ ഇന്ത്യയിലേക്കുള്ള ക്രൂഡ് ഓയിൽ വിതരണത്തിൽ ആഫ്രിക്കൻ രാഷ്ട്രമായ അങ്കോള US-നേക്കാൾ മുന്നിലെത്തി. മുമ്പ് ഇന്ത്യയുടെ ക്രൂഡ് ഓയിൽ ഇറക്കുമതിയുടെ 8% US ആയിരുന്നു. അതേസമയം റഷ്യൻ എണ്ണയോടുള്ള ഇന്ത്യയുടെ ആശ്രിതത്വം കുറഞ്ഞെങ്കിലും ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ എണ്ണ വിതരക്കാരായി റഷ്യ തുടരുന്നു. എനർജി കാർഗോ ട്രാക്കിംഗ് സ്ഥാപനമായ വോർടെക്സയുടെ കണക്കനുസരിച്ച് റഷ്യൻ ക്രൂഡ് ഇന്ത്യയുടെ ഇറക്കുമതിയുടെ 31%. റഷ്യൻ ഇറക്കുമതി കുറയുന്നതിന്റെ തുടർച്ചയായ 2ാം മാസമാണിത്. റഷ്യ, ഇറാഖ്, സൗദി അറേബ്യ, UAE, അങ്കോള എന്നിവയാണ് ഇന്ത്യയിലേക്ക് ക്രൂഡ് ഓയിൽ വിതരണം ചെയ്യുന്ന മുൻനിര രാജ്യങ്ങൾ. റഷ്യൻ ക്രൂഡ് കയറ്റുമതി കുറഞ്ഞതോടെ ഇന്ത്യൻ റിഫൈനർമാർ ആഫ്രിക്കൻ, മിഡിൽ ഈസ്റ്റേൺ ഉൽപ്പാദകരിലേക്ക് ക്രൂഡിനായി തിരഞ്ഞു. ഇന്ത്യയുടെ ക്രൂഡ് ഇറക്കുമതി വർഷം തോറും 2% വർദ്ധിച്ചു. 2024 ഇത് 4.57 MPD ആയി ഉയർന്നു. ഡിസംബറിലെ ഇന്ത്യയുടെ മൊത്തം ക്രൂഡ് ഇറക്കുമതി പ്രതിദിനം 4% വർദ്ധിച്ച് 4.46 ദശലക്ഷം ബാരലായി. ഡിസംബറിൽ ഇന്ത്യ ഇറാഖിൽ നിന്നുള്ള ഇറക്കുമതി ഗണ്യമായി വർദ്ധിപ്പിച്ചു. ഇത് നവംബറിലെ 16% നിന്ന് 23% ഉയർന്നു. സൗദി അറേബ്യയിൽ നിന്നുള്ള ഇറക്കുമതി 13%, UAE-യിൽ നിന്നുള്ളത് 10% ഇതിന് വിരുദ്ധമായി റഷ്യൻ ക്രൂഡ് ഇറക്കുമതി നവംബറിൽ 36% ആയിരുന്നത് ഡിസംബറിൽ 31% കുറഞ്ഞു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കോവിഡിനു പിന്നാലെ ചൈനയിൽ വീണ്ടും വൈറസ് ബാധ. ഇന്ത്യ ഇതിന്റെ വിശദാംശങ്ങൾ നിരീക്ഷിക്കുന്നതായി റിപ്പോർട്ട്. ഹ്യൂമൻ മെറ്റാപ്ന്യൂമോ വൈറസ് രാജ്യത്തുടനീളം പടരുകയാണെന്നാണ് വിവിധ ന്യൂസ് ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത്. കോവിഡ് സ്ഥിരീകരിച്ച് 5 വർഷം പൂർത്തിയാകുന്നതിനിടയിലാണ് പുതിയ വൈറസ് വ്യാപനം. രോഗികളാൽ ആശുപത്രികൾ നിറഞ്ഞിരിക്കുകയാണെന്ന് ചിലർ സോഷ്യൽ മീഡിയയിൽ അവകാശപ്പെടുന്നു. എന്നാൽ ഇത് സംബന്ധിച്ച ഔദ്യോഗിക സ്ഥിരീകരണങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ചുമ, പനി, മൂക്കൊലിപ്പ്, ശ്വാസമുട്ടൽ എന്നിവയാണ് രോഗത്തിന്റെ പ്രധാന ലക്ഷണങ്ങൾ. കോവിഡിന് സമാനമായ ലക്ഷണങ്ങളാണ് പലരും പ്രകടിപ്പിക്കുന്നത്. വൈറസ് പടരുന്ന സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ്. ഇന്ത്യയിൽ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന് കീഴിലുള്ള നാഷണൽ സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ രാജ്യത്ത് ശ്വാസകോശ സീസണൽ ഇൻഫ്ലുവൻസ കേസുകൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഖത്തറിൽ ന്യൂ ഇയറിനോടനുബന്ധിച്ച് നടന്ന ഡ്രോൺ വെടിക്കെട്ടിന് ഗിന്നസ് റെക്കോർഡ്.
ഡ്രോണുകൾ ഉപയോഗിച്ച് ആകാശത്ത് ദൃശ്യവിസ്മയം കാഴ്ചവെച്ചതിനാണ് നേട്ടം. ലുസൈൽ ബുളവാർഡിൽ ആകാശത്ത് നടത്തിയ ഡ്രോൺ വെടിക്കെട്ട് കാഴ്ചക്കാർക്ക് ദൃശ്യവിസ്മയമൊരുക്കി. പുതുവർഷാഘോഷത്തിന്റെ സംഘാടകരായ പൈറോ ഇമോഷൻസ് ലിമിറ്റഡ്, ഖത്തരി ദിയാർ, സൂം ഡിസൈൻ എന്നിവർക്കാണ് പുരസ്കാരം ലഭിച്ചത്. ഗിന്നസ് അധികൃതരിൽ നിന്നും സാക്ഷ്യപത്രവും പുരസ്കാരവും ഇവർ ഏറ്റുവാങ്ങി. 3865 ഡ്രോണുകൾ ഉപയോഗിച്ചാണ് ആകാശത്തെ വെടിക്കെട്ടൊരുക്കിയത്. 3204 ഡ്രോണിന്റെ റെക്കോർഡാണ് ഇത്തവണ മറികടന്നത്. 3 ലക്ഷം പേർ പുതുവർഷത്തെ വരവേൽക്കാൻ ലുസൈൽ നഗരത്തിലെത്തിയെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. വെടിക്കെട്ടിനൊപ്പം ഡ്രോൺ ഷോ, ലേസർ ഷോ, DJ, സ്റ്റേജ് ഷോകൾ എന്നിവയും ആഘോഷത്തിന് മാറ്റുകൂട്ടി. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV.